അപ്പോൾ എൻ്റെ മോർണിംഗ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ രാവിലെ തന്നെ ഫ്രഷായി വിളക്ക് വെച്ചിട്ടാണ് കിച്ചണിലോട്ടൊക്കെ കയറുന്നത്. ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് എനിക്കൊരു കുറച്ച് ഡ്യൂറേഷനുള്ള പ്രോസസ്സാണ്. അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യും, ഏട്ടൻ വെക്കും വിളക്ക്. അപ്പോൾ ആ ദിവസങ്ങളിൽ ഞാൻ ചിലപ്പോൾ എല്ലാ ജോലികളൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 9-9:30 എല്ലാവരും പറഞ്ഞു വിട്ടിട്ട് വീണ്ടും ഒരു കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെയും ഞാൻ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കും കേട്ടോ. ഒരു സമാധാനം, ദൈവത്തോടുള്ള ഒരു എന്താ പറയണ നന്ദി പറച്ചിൽ എപ്പോഴും. അപ്പോൾ കിച്ചണിലോട്ടേക്ക് കിച്ചണിൽ കയറി ആദ്യം തന്നെ ജനൽ തുറന്നിട്ടു. നമ്മുടെ ഫെയറി ലൈറ്റൊക്കെ ഓണാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഫൈറ്ററിനോട് ജസ്റ്റ് ഒന്ന് ഹായ് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 2 ഗ്ലാസ് വെള്ളം കുടിക്കും. ആ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജനലിലേ കൂടെ നോക്കിയതാ. എനിക്ക് കാണാൻ മാത്രം ഒരു കാഴ്ചകളും എൻ്റെ ജനലിൽ കൂടെ കാണാനില്ല. കാരണം അപ്പുറത്തായാലും ഇപ്പുറത്തായാലും ബാക്കിലായാലും ഫ്രണ്ടിലായാലും എനിക്ക് കാണാനുള്ളത് ഒന്ന് തന്നെയാണ് കേട്ടോ, ബിൽഡിങ്, അപ്പാർട്ട്മെൻറ്റ്. വേറൊന്നും കാണാൻ എനിക്കിവിടെ ഇല്ല. എനിക്ക് ചുറ്റിലും ഇങ്ങനെ മരങ്ങളൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇവിടെ കാണാനില്ലാത്ത സ്ഥിതിക്ക് എന്ത് ചെയ്യാനോ. അപ്പോൾ പിന്നെ നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. ആദ്യം ഞാൻ ചോറ് വെക്കാൻ കേട്ടോ. അപ്പോൾ കലത്തിലേക്ക് വെള്ളം നിറച്ച് വെച്ചിട്ട് ഗ്യാസ്മേലേക്ക് കയറ്റുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ കോഫി ഉണ്ടാക്കണം. കാരണം ഏട്ടൻ 6 മണിയാകുമ്പോഴത്തേക്ക് എക്സസൈസിന് പോവും. അപ്പോൾ ഫ്രിഡ്ജിലിരിക്കുന്ന മീനും എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ കോഫി ഉണ്ടാക്കിയിട്ട് ഏട്ടന് കൊടുത്ത് 6 മണിക്ക് ഏട്ടനെ എക്സസൈസിന് വിടണം. ഞാനും കുടിക്കും, അത് മസ്റ്റാണ്. കോഫി മസ്റ്റാണ് രാവിലെ എന്നും. ഒരു അഡിക്ഷൻ പോലെയാണ് ഞങ്ങൾക്ക് 2 പേർക്കും. എത്ര എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിലും, എത്ര ജിമ്മ് പോകുന്നുണ്ടെങ്കിലും, എത്ര ഡയറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും കോഫി മസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ കോഫി കുടിക്കാതെ ഒരു മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യില്ല എന്ന് അർത്ഥം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പച്ചരി ദോശയാണ് കേട്ടോ. രാവിലെ അരച്ച ദോശ കണ്ണൂർക്കാരുടെ മെയിൻ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റാണ്. പച്ചരി ദോശയും അതിൻ്റെ കൂടെ തലേനാളത്തെ മീൻകറിയും. എൻ്റെ വീട്ടിൽ പണ്ടൊക്കെ സ്ഥിരം ഇതന്നെയായിരുന്നു. ഞങ്ങളെല്ലാവരും ഒന്നിച്ച് താമസിച്ചിരുന്ന സമയത്തും സെപ്പറേറ്റ് അമ്മയും ഞാനും അച്ഛനും അപ്പവും കൂടെ താമസിക്കുന്ന സമയത്തായാലും ഞങ്ങൾക്ക് സ്ഥിരം ഇതൊക്കെ തന്നെയായിരുന്നു. രാവിലെ അരച്ച ദോശയും തലേനാളത്തെ മീൻകറിയും. പക്ഷേ ഇവിടെ മീൻകറി അത്ര വലിയ പ്രിയം അല്ല കേട്ടോ. രാവിലെ തന്നെ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ രാവിലെ തന്നെ അത്ര ഇഷ്ടമല്ല കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അതിൻ്റെ കൂടെ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ കോഫി റെഡി ആയിട്ടുണ്ട്. ഓരോ സിപ്പ് എടുത്തിട്ടാണ് എനിക്കിപ്പോൾ ജോലി ചെയ്യാൻ. കാരണം എനിക്ക് കോഫി കുടിച്ച് റെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ സമാധാനത്തോടെ കുടിച്ചിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയൊന്നും എനിക്ക് രാവിലെ ഉണ്ടാവില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കോഫി കുടിച്ച് ഇങ്ങനെ സമാധാനത്തോടെ ഇരുന്ന് പാട്ടൊക്കെ കേൾക്കാൻ. പക്ഷെ എനിക്കൊരു സമാധാനക്കേടുണ്ടാവും. അയ്യോ സമയം പോകുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കും ഞാൻ. മക്കൾക്ക് പോകാനുള്ളതാണല്ലോ, ഏട്ടന് പോകാനുള്ളതാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കില്ല. പണിയെടുത്തോണ്ട് ഓരോ സിപ്പ് അങ്ങനെയൊക്കെ അടിക്കുന്നതല്ലാതെ വേറെ അങ്ങനെ ഇരുന്ന് കുടിക്കാറൊന്നുമില്ല. അപ്പോൾ ഇത് മീൻകറിയാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ മീൻകറിക്ക് ചെറിയുള്ളി ഞങ്ങൾക്ക് മസ്റ്റാണ്. അപ്പോൾ ചെറിയുള്ളി നന്നാക്കുകയാണ്. ഏറ്റവും വലിയ പെടാപ്പാടുള്ളൊരു പണിയാണ് ഈ ചെറിയുള്ളി വെളുത്തുള്ളിയൊക്കെ നന്നാക്കൽ. ഈ ബിഗ് ബാസ്ക്കറ്റിൽ നിന്നാണ് ഞങ്ങൾക്ക് ചെറിയുള്ളി കിട്ടുക. അപ്പോൾ കുഞ്ഞ് ചെറിയുള്ളി ആയിരിക്കും, കുഞ്ഞ് വെളുത്തുള്ളി ആയിരിക്കും. ഇതൊക്കെ നന്നാക്കുമ്പോഴത്തേക്ക് തന്നെ ഭ്രാന്ത് വരും. പിന്നെ കിട്ടുകയാണെങ്കിൽ മലയാളി കടയുണ്ട്, അവിടെ പോവുകയാണെങ്കിൽ ഇത്തിരി കൂടെ വലിപ്പമുള്ള ചെറിയുള്ളി കിട്ടും കേട്ടോ. അപ്പം അതൊക്കെ നന്നാക്കി കഷ്ടപ്പെട്ട് നന്നാക്കി എന്ന് തന്നെ പറയാം. ഒരു മീൻകറി ഉണ്ടാക്കുകയാണ് ഞാനിപ്പം. കാര്യമായിട്ട് വലിയ പണിയൊന്നും ഇല്ലാത്ത മീൻകറിയാണ്. ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുക, ഉലുവ കടുക് പൊട്ടിക്കുക, അതിൻ്റെ ഒപ്പം തന്നെ ചെറിയുള്ളിയും ഇഞ്ചി പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. അതിൽ കുറച്ച് തക്കാളി ഇട്ട് തേങ്ങ അരച്ച കറി ആയതുകൊണ്ട് ഞാൻ നേരത്തെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങ അരച്ചത് അതിൽ ചേർത്ത് ഉപ്പിട്ട് തിളക്കുന്ന വരെ വെക്കുക. അത് കഴിഞ്ഞിട്ട് മീനും ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ മീൻകറി അവിടെ റെഡിയായി. എളുപ്പമുള്ള കറിയാണ് എനിക്ക്. പിന്നെ ഇന്നലെ തന്നെ ഞാൻ കോവക്ക മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ടുള്ള കോവക്ക ഞാൻ അരിഞ്ഞു വെച്ചതുകൊണ്ട് ആ ഒരു പണിയും അത്യാവശ്യം പെട്ടെന്ന് തന്നെ തീർന്നു കിട്ടി. അല്ലെങ്കിൽ ഈ പച്ചക്കറി അരിയാന്ന് പറയുന്നത് ഭയങ്കര ടൈം എടുക്കുന്ന ഒരു പണിയാണ് എനിക്ക്. എന്നെ സഹായിക്കാൻ എങ്ങനെ കിച്ചണിൽ ആരും കയറാറില്ല. മെയിൻലി എൻ്റെ ഹസ്ബൻഡ് വല്ലപ്പോഴും കയറുന്നല്ലാതെ പുള്ളി അങ്ങനെ ഡ്യൂട്ടി ടൈമിലല്ലാതെ ഈ എന്താ പറയണ്ട ആഴ്ചയിൽ 6 ദിവസം പുള്ളി അങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്യാറൊന്നുമില്ല. ഈ സൺഡേ മാത്രമാണ് ഹെൽപ്പ് ചെയ്യാറ്. അപ്പോൾ രാവിലെ ഞാൻ തന്നെ കിടന്ന് കഷ്ടപ്പെടണം. അപ്പോൾ ഓരോന്നോരോന്നൊക്കെ റെഡിയാക്കി വെച്ചിട്ടാ. ചമ്മന്തി, മീൻകറി, മെഴുക്കുവരട്ടി, കുട്ടികൾക്കുള്ള പാലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ലഞ്ച് ബോക്സ് അമ്പിക്കുട്ടൻ്റെയാണ്. അമ്പിക്കുട്ടൻ ലഞ്ചിന് ചോറ് കഴിക്കില്ല. അപ്പോൾ അവന് രാവിലെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് തന്നെ കൊടുക്കണം. ഇന്നിപ്പോൾ ദോശയും ചമ്മന്തിയും മാത്രമായത് കാരണം
ഒരു ചെറുപഴം കൂടെ ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവന് 4ാം ക്ലാസ് ആയത് കാരണം അവനിപ്പം സ്നാക്ക് ടൈമോ അല്ലെങ്കിൽ ബ്രേക്ക് ടൈമോ ഇല്ല. അങ്ങനെ കഴിക്കാൻ മാത്രമായിട്ടൊരു സമയം അവർ കൊടുക്കാറില്ല. അപ്പോൾ പിന്നെ സ്പെഷ്യലായിട്ട് ഒന്നും ഞാൻ ഉണ്ടാക്കി കൊടുക്കാറൊന്നുമില്ല. പിന്നെ എങ്ങാനും വിശന്ന് കഴിഞ്ഞാൽ ഈ രാവിലെ 7:30 പോണല്ലേ, അപ്പോൾ എങ്ങാനും വിശന്ന് കഴിഞ്ഞാൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയിലും ഫ്രൂട്ട്സും കൂടെ ഒരു സ്നാക്ക് ബോക്സിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ച് ബോക്സും ഒക്കെ റെഡി ആയിട്ടുണ്ട്. കഴിപ്പും കഴിഞ്ഞു അവൻ്റെ. അപ്പം അവന് പോകാനായി, അവനെ പറഞ്ഞു വിട്ടിട്ട് വേണം ഏട്ടൻ്റെ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്ന് എൻ്റെ പണികളൊക്കെ കുറച്ച് നേരത്തെ കഴിഞ്ഞിട്ടാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ മീൻ കറി ആയത് കാരണം കുറച്ചും കൂടെ എളുപ്പമാണ് പണി. അതിൻ്റെ ഇടയിൽ ഞാൻ മീൻ വറുക്കുന്നതും കൂടി ഉണ്ട് കേട്ടോ. ഏട്ടന് ചോറ് കൊണ്ടുപോകുന്നതുകൊണ്ട് മീൻ വറുത്തിട്ടുണ്ടെങ്കിൽ ഏട്ടന് കൊടുക്കണം എന്തായാലും. അപ്പോൾ പിന്നെ മീനും കൂടെ വറുക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 7:30-ക്കുള്ളിൽ എൻ്റെ ജോലികളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. തലേന്നാൾ കുറച്ച് പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെക്കുകയാണെങ്കിൽ, ഈ ഉപ്പേരിക്കും മെഴുക്കുവരട്ടിക്കൊക്കെ അരിഞ്ഞു വെക്കുകയാണെങ്കിൽ പിറ്റന്നാളത്തേക്ക് നമുക്ക് പണി കുറച്ച് എളുപ്പമാണ്. പിന്നെ മീനൊക്കെ നന്നാക്കി വെച്ച മീനുകളൊക്കെ ആണെങ്കിൽ ഭയങ്കര എളുപ്പമാണ് കറിയൊക്കെ ഉണ്ടാക്കാൻ. അപ്പം അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം ഏട്ടൻ്റെയും പാപ്പുവിൻ്റെയും സ്നാക്ക് ബോക്സും ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഏട്ടന് കുറച്ച് ഞാൻ ഫ്രൂട്ട്സ് ഇന്ന് വെക്കുന്നുണ്ട്. ഏട്ടന് ഓട്ടി എടുക്കുകയാണെങ്കിൽ വിശക്കും, നല്ല വിശപ്പായിരിക്കും. 8 to 8 വർക്ക് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിശപ്പായിരിക്കും. ഈ ലഞ്ച് ബോക്സ് കൊണ്ടൊന്നും കാര്യം നടക്കില്ല. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും കൂടെ ഏട്ടന് പാക്ക് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇപ്പുറത്തെ ഗ്രീൻ കളർ ബോക്സൊക്കെ പാപ്പൂട്ടൻ്റെയാണ്. ഇനി എല്ലാവരും പറഞ്ഞയച്ചു. ഇനി പാപ്പുവിനെ ഒന്ന് കുളിപ്പിക്കണം, അവനെ റെഡിയാക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അവന് ഭക്ഷണമൊക്കെ കൊടുത്ത് സെറ്റാക്കി അവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റോളം അവൻ അവിടെ തന്നെ ഇരിക്കുന്ന സമയത്തിനുള്ളിൽ എനിക്ക് ഈ പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കി വെച്ച് ഒന്ന് അടുക്കള വൃത്തിയാക്കി ഒന്ന് ജസ്റ്റ് അടിച്ചുവാരിയും കൂടെ ഇടുട്ടാ അവനെ സ്കൂളിലേക്ക് വിടുന്നതിന് മുന്നേ. അല്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കേടാ ഇങ്ങനെ ഇട്ടിട്ട് എനിക്ക് വീട് ഇങ്ങനെ അലങ്കോലമായിട്ട് വൃത്തികേടായിട്ട് വെച്ച് പോകാൻ. എനിക്ക് എവിടേക്കായാലും ജസ്റ്റ് അപ്പുറത്തെ വീട്ടിലേക്ക് പോകാനായാലും അലങ്കോലായി വെച്ച് പോകാൻ എനിക്കിഷ്ടമല്ല കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി പാപ്പൂട്ടനെ ഒന്ന് റെഡിയാക്കി യൂണിഫോമൊക്കെ റെഡിയാക്കി ആളെന്നെ വിടാൻ പോവാണ്. ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യണം. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ 3 പേരെയും സ്കൂളിലേക്കും ഓഫീസിലേക്കും വിട്ട് കഴിഞ്ഞാൽ എൻ്റെ ഒരു ദിവസത്തെ 3/4 ജോലികളും കഴിഞ്ഞു. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടാ. ഓക്കെ, ബൈ ബൈ.